വാർത്തകളിലേക്ക് വിശദമായി. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്കാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നടപടി. നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇപ്പോൾ വന്ന ഈ കൽപ്പറ്റ സെഷൻസ് കോടതി വിധി ഏറെ ആശ്വാസകരമാണ്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയ നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് വൈകുന്നേരം 4:15 കൽപ്പറ്റ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ആവശ്യപ്പെടുമ്പോൾ ഹാജരാവണം തുടങ്ങിയ സാധാരണ കണ്ടീഷൻസ് മാത്രമാണ്. മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണ വയ്ക്കുന്ന നിബന്ധനകൾ മാത്രമാണ് ഇവർക്ക് മുമ്പിലും വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്ക് ജാമ്യം നൽകുന്നത് ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നും ഇവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇനിയുള്ള അന്വേഷണത്തിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കുമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകർ വാദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക കുറ്റകൃത്യം എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആത്മഹത്യ എന്നുള്ളതിന് രണ്ടായിട്ട് തന്നെ കാണണം. അതും ഇതും കൂട്ടി ഇണക്കാൻ കഴിയുന്നതല്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാവുന്ന വിധിയാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ MLAയും DCC അധ്യക്ഷനൊക്കെ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യമായി വരുമായിരുന്നു. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാവുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.